മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്നെന്ന പോലീസിന്റെ സ്ഥിരീകരണം. നെഞ്ചിലും തലയ്ക്കുമേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്നാൽ ആൾക്കൂട്ടമർദ്ദനം നടന്നിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വിവരമറിയിച്ചിട്ടും പോലീസ് സ്ഥലത്തെത്താൻ വൈകിയെന്നും നാട്ടുകാർ പറഞ്ഞു. വിവരങ്ങളുമായി അലി അക്ബർ ഷാ. അലി, എന്താണ് സംഭവിച്ചത്? ഇത് സംബന്ധിച്ച് ആൾക്കൂട്ടമർദ്ദനമില്ല എന്ന് സ്വാഭാവികമായും പരിസരവാസികൾ പറയുമായിരിക്കും, പക്ഷേ പോലീസ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നികേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വാളകത്താണ്. ഇവിടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഇത്തരത്തിലൊരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടാകുന്നതും ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസ് അതിനെ തുടർന്ന് കൊല്ലപ്പെടുന്നതും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തൂണിലാണ് അശോക് ദാസിനെ നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്നത്. രാത്രിയിൽ പെൺ സുഹൃത്തിന്റെ വീട്ടിൽ പോയതിനെ തുടർന്ന് നാട്ടുകാർ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു എന്നായിരുന്നു വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നെഞ്ചിലും തലയിലുമേറ്റ പരിക്ക് ഇതാണ് മരണകാരണമായിട്ടുള്ളത്. അതേസമയം ഇവിടെ നാട്ടുകാർ പ്രതികരിക്കുമ്പോൾ രാവിലെ മുതൽ നമ്മൾ ഇവിടുന്ന് ആളുകളുടെ പ്രതികരണം തേടുമ്പോൾ ഇത്തരത്തിലൊരു ആൾക്കൂട്ട ആക്രമണം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് നാട്ടുകാർ. ഈ പരിസരവാസികളായിട്ടുള്ള 10 ആളുകളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 10 പേരും കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. ക്രൂരമായ മർദ്ദനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പരുക്കേറ്റിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ഈ പ്രദേശത്ത് തന്നെ പ്രകടമാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോട്ടിൽ ഇവിടെ മുതൽ ആ പ്രദേശം വരെ, ആ കാണുന്ന ദൂരം വരെ എല്ലാം രക്തക്കറ ഇവിടെ പുരണ്ടിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന വീടുകൾ, ഈ പ്രദേശത്തുള്ള വീടുകളുടെ പിന്നിലുള്ള മരങ്ങളിലെല്ലാം തന്നെ അശോക് ദാസിന്റെ രക്തം പുരണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാരകമായ മുറിവേറ്റ ശേഷമാണ് അശോക് ദാസ് ഈ പ്രദേശത്തേക്ക് എത്തിയത് എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ പ്രദേശവാസികൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഈ പരിക്കു പറ്റിയ നിലയിൽ ഇയാൾ ഇവിടേക്ക് എത്തുന്നു, എന്ത് പറ്റിയതാണ്, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ ഉത്തരം കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടിച്ചു വെക്കുന്നു. അതിനുശേഷം പോലീസിനെ വിളിച്ചപ്പോൾ ഇയാൾ രക്ഷപ്പെടാനായി അവിടെ നിന്നും കുതറി ഓടിയപ്പോഴാണ് പിടിച്ച് കെട്ടിയിട്ടത് എന്നാണ് ഇവിടെ നിന്നും പ്രദേശവാസികൾ നേരത്തെയും പ്രതികരിക്കുന്നത്. ചേച്ചി, ഇവിടെ ഇത്തരത്തിലൊരു ആൾക്കൂട്ടമർദ്ദനം നടന്നിട്ടില്ല എന്ന് ഉറപ്പാണ്? ഇവിടെ വെച്ച് കെട്ടിയിട്ടതിന് ശേഷം എൻ്റെ വീട്ടിൽ വെച്ചും ആരും മർദ്ദിച്ചിട്ടില്ല. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഓടിയപ്പോൾ നമുക്ക് കണ്ടിട്ടില്ല. നിങ്ങളുടെ വീടിന്റെ പിന്നിലെ മതിൽ ചാടി തന്നെയാണ് ഇയാൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ആ പാടുകൾ കാണുന്നത്. ഇവൻ പിന്നെ എങ്ങനെ ഇവിടെ ഞങ്ങളുടെ മുറ്റത്ത് വന്നു, ഇത് ചാടാതെ വരാൻ പറ്റില്ല. കാരണം എൻ്റെ കൊച്ച് നിങ്ങൾ ഇവിടെ നിൽക്കാണ്, ഈ പഠിക്കാൻ തന്നെ നിൽക്കണു. പിന്നെ ഇവിടെയാണ് ഈ കൊച്ച് നിൽക്കണത്. അപ്പോൾ ഈ കൊച്ച് എൻ്റെ ബ്ലഡ് കണ്ടാണ് ഈ പിള്ളേർ ചോദിച്ചത്, നീ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിച്ചത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ ബ്ലഡിൽ കുളിച്ച് നിൽക്കാണ്. ഈ റോഡിൽ മുഴുവൻ ചോര പുരണ്ടിട്ടുള്ളൂ. അത് എപ്പോൾ സംഭവിച്ചത്? അത് ഇവൻ ഇങ്ങോട്ട് ഓടിയപ്പോൾ ആൾക്കാർ പിടിച്ച് അവനെ കൊണ്ടുവന്നപ്പോഴും ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഈ ശരീരം, കാലും, ഉടുപ്പയിലും ഈ പാൻറ്റയിലും ഒക്കെ ബ്ലഡാണ്, കാലേ കൂടെ ഒക്കെ ബ്ലഡാണ്, കണ്ടമാനം ബ്ലഡ് ഒഴുകണ്ട്. ഈ നിന്നോടത്തൊക്കെ ബ്ലഡ്, കെട്ടിക്കിടന്നു ആ നടക്കല്ലേലൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. നികേഷ്, ഇപ്പോൾ ഈ മർദ്ദനമേറ്റ അശോക് ദാസിന് മർദ്ദനമേറ്റ സ്ഥലത്തിന്റെ, കെട്ടിയിട്ടു എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകളുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ഈ വീടിന് പിന്നിൽ കാണുന്നത് ഒരു മുകളിലുള്ള അമ്പലത്തിന്റെ മതിലാണ്. ആ മതിൽ ചാടിക്കടന്നാണ് അശോക് ദാസ് ഇങ്ങോട്ട് വന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്നും ആളുകൾ പറയുന്നത്. അതിന്റെ പാടുകളും അവരിവിടെ പറയുന്നു. അത്തരത്തിൽ അശോക് ദാസ് ഇത്രയും വലിയ മതിൽ ചാടിക്കടന്ന് വന്നതിന്റെ പാടുകൾ ഇവിടെ ഉണ്ട് എന്നും അവർ പറയുന്നു. ഇതിന് മുകളിലാണ് ഈ പറയുന്ന അശോക് ദാസിന്റെ പെൺ സുഹൃത്ത് എന്ന് പറയുന്നവരുടെ വീട്. അതിന്റെ തൊട്ടടുത്തുള്ളവർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് വീട്ടിനകത്തു നിന്നും വലിയ ബഹളം കേട്ടു, അതുപോലെ തന്നെ ചില്ല് തകരുന്ന ശബ്ദം കേട്ടു, ഒരാൾ മർദ്ദനമേറ്റ ആൾ നിലവിളിക്കുന്ന ശബ്ദവും കേട്ടു. പക്ഷേ ഈ വീട്ടിൽ താമസിക്കുന്ന 2 പെൺകുട്ടികളുമായി അയൽക്കാർക്ക് യാതൊരു ബന്ധവുമില്ല. 2 മാസമായിട്ടേ ഉള്ളൂ ഇവരിവിടെ താമസം വന്നിട്ട്. ഇതിനിടയിൽ അയൽക്കാരുമായി യാതൊരു ബന്ധവും, സംസാരിക്കുക പോലും, സാധാരണഗതിയിലുള്ള സംസാരം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ബഹളം കേട്ടപ്പോഴും അങ്ങോട്ട് പോയി ഇടപെടാതിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇയാളെ രക്തം പുരണ്ട നിലയിൽ ഇവിടെ കണ്ടെത്തുന്നതും ചോദ്യം ചെയ്യുകയും പിന്നീട് കെട്ടിയിടുകയും ചെയ്യുന്നത്. ഇവിടെ നിന്നും പോലീസ് എത്തിയാണ് അശോക് ദാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഗുരുതരാവസ്ഥയായതിനാൽ കോലഞ്ചേരിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അശോക് ദാസ് മരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്, നെഞ്ചിലും തലയിലും ഏറ്റ മാരകമായ പരുക്കാണ് മരണകാരണമായിട്ടുള്ളത്. ഈ പരുക്ക് എവിടെ നിന്ന് ഏറ്റു എന്ന കാര്യത്തിലാണ് ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തത വരേണ്ടത്. ഈ പറയുന്ന പെൺകുട്ടികളുടെ വീടിനകത്ത് വെച്ച് അശോക് ദാസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, അവിടെ നിന്നാണോ ഈ പരിക്കേറ്റത്, അതോ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഈ താഴെ പ്രദേശത്തെത്തിയപ്പോൾ ആളുകൾ കെട്ടിയിട്ട് മർദ്ദിക്കുമ്പോഴാണോ ഈ പരുക്കേറ്റത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള 10 ആളുകളും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ആ വീട്ടിൽ വെച്ച് തന്നെ അശോക് ദാസിന് മർദ്ദനമേറ്റു എന്നാണല്ലോ ഇപ്പോൾ ആ സ്ത്രീ അടക്കം പറയുന്നത്, അയൽവാസിയായിട്ടുള്ള ആ സ്ത്രീ അടക്കം പറയുന്നത്. അങ്ങനെ മർദ്ദനമേറ്റിട്ടുണ്ടാകാം എന്നുള്ള അനുമാനമാണ്. കാരണം അയാൾ രക്തത്തിൽ കുളിച്ചാണ് അവിടെ എത്തിയത് എന്നാണല്ലോ അവർ പറയുന്നത്.
ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആ പെൺകുട്ടി അല്ലാതെ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത നൽകാൻ കഴിയുമോ? അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോകാൻ ഇനിയും കുറേ ദൂരം ഉണ്ടോ അവിടെ നിന്ന്? നികേഷ്, നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് ആ പ്രദേശത്ത് നിന്ന് നമ്മൾ പ്രതികരണം എടുത്തിരുന്നു. ഇതിന്റെ മുകൾ ഭാഗത്താണ് ആ വീടുള്ളത്. അവിടെ 2 പേരാണ് താമസിക്കുന്നത്, 2 പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെ പറ്റി കൃത്യമായ ധാരണ ഇവിടെ പ്രദേശവാസികളായ ആർക്കും തന്നെ ഇല്ല. അതിൽ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അശോക് ദാസിന്റെ സഹപ്രവർത്തകയാണ്. തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ അശോക് ദാസിനൊപ്പം ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയാണ്. കൂടെയുള്ള പെൺകുട്ടി LLB വിദ്യാർത്ഥി ആയിരുന്നു എന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ എവിടെ നിന്ന് വന്നു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ഇവർ പലരോടും പല സ്ഥലങ്ങളാണ് അവരുടെ നാട് എന്ന നിലയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വ്യക്തതയില്ല. ഇതുവഴിയാണ് അശോക് ദാസ് ഇറങ്ങി വന്നു ആദ്യം എന്ന് പറയുന്നത്. അതായത് ഈ ആദ്യം മർദ്ദനമേറ്റു അല്ലെങ്കിൽ പെൺസുഹൃത്തിന്റെ വീട് എന്ന് പറയുന്ന വീട്ടിൽ നിന്നും അശോക് ദാസ് മുറിവുമായാണ് ഇറങ്ങി വരുന്നത്. അതിനുശേഷം ഇതുവഴി നടന്നു വന്ന് ഈ പറയുന്ന വാളകം ജംഗ്ഷനിലേക്ക് എത്തുന്നു. അവിടുത്തെ കടകളുടെ മുന്നിൽ മുറിഞ്ഞ കൈയുമായി രക്തം വാർന്ന നിലയിൽ അയാൾ പോയി നിന്നു എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ആൾക്കൂട്ടം കെട്ടിയിട്ടു എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇയാൾ വരികയും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇയാളെ കണ്ടതിനെ തുടർന്ന് ആളുകൾ ഇയാളെ ചോദ്യം ചെയ്യുകയും പിന്നീട് കെട്ടിയിടുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വഴിയാണ് അശോക് ദാസ് ആദ്യം ഇറങ്ങി വന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വീടാണ് ഈ പറയുന്ന പെൺ സുഹൃത്തിന്റെ വീട്. ആ വീട് പോലീസ് ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ പോയാൽ അതിന്റെ വരാന്തയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് ഇവിടെ നിന്നും ആളുകളുടെ പ്രതികരണം എടുത്തപ്പോഴും അവർ പറഞ്ഞത് അതിനകത്തു നിന്നും വലിയ രീതിയിലുള്ള ബഹളം കേട്ടു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിനകത്തു നിന്നും ചില ആളുകൾ പറയുന്നത് ഇത് കുപ്പിച്ചില്ലുകൊണ്ട് മുറിവേറ്റു എന്നാണോ? നികേഷ്, നമ്മൾ ഇപ്പോൾ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വീടിനകത്ത് ഷെൽഫ് തകർന്നിട്ടുണ്ട്. അതായത് ആ ഷെൽഫ് അടിച്ചു തകർക്കുമ്പോൾ അതിന്റെ ചില്ലിൽ നിന്നാകാം അശോക് ദാസ് കയ്യിൽ പരുക്കേറ്റത് എന്ന നിഗമനമാണ് ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകൾ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ ഒന്നുകൂടി പോവാം. ചേച്ചി, അല്ല ചേച്ചി, ഈ മുറിവ് അയാളുടെ ഇതിന്റെ അകത്തുനിന്ന് പറ്റിയതാകാനാണ് സാധ്യത അല്ലേ? അതെ, മുറിവ് അകത്തുനിന്ന് പറ്റിയതാകാനാണ് സാധ്യത. അവിടെ നിന്നാണ് ഒച്ച ശബ്ദമെല്ലാം കേട്ടത്. കണ്ടായിരുന്നു. നികേഷ്, ഇപ്പോൾ ഈ പറയുന്ന വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകൾ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് ഈ പോലീസ് വന്ന സമയത്ത് ഇവർ ഈ വീടിനകത്ത് കയറിയപ്പോൾ അതിനകത്ത് ഷെൽഫ് തകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെൽഫ് അടിച്ചു തകർക്കുന്നതിനിടയിലാണ് അശോക് ദാസ് ഇത്തരത്തിൽ കൈക്ക് പരിക്കേറ്റത്. അതിന്റെ രക്തമാണ് ഈ വീടിന്റെ മുന്നിലും അതുപോലെ തന്നെ അശോക് ദാസ് നടന്ന വഴികളിലുമെല്ലാം തന്നെ നമ്മൾ കണ്ടത്. അയാൾ മുറിഞ്ഞ കൈയുമായാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വ്യക്തത വരേണ്ടത് ഒരു വിഷയത്തിലാണ്. ഈ മരണകാരണമായിട്ടുള്ള പരിക്കേൽക്കാൻ മാത്രം മാരകമായ ആക്രമണമേറ്റത് ഈ വീടിനകത്തു നിന്നാണോ, അത് ചെയ്തത് ഈ പറയുന്ന 2 പെൺകുട്ടികളാണോ, അതോ ആൾക്കൂട്ടം ഏതെങ്കിലും നിലയിൽ ഈ വീടിനകത്ത് കയറി ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ സ്ത്രീകളായിട്ടുള്ള ആളുകളോടാണ്. അവിടെ ഒന്നും പുരുഷന്മാരില്ലാത്തതാണോ അതോ പുരുഷന്മാരെ മറിഞ്ഞിരിക്കുന്നതാണോ? നികേഷ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അറസ്റ്റിലായ 10 ആളുകൾ എന്ന് പറയുന്നത് ഈ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സംഭവം നടന്ന വീടിനെ ചുറ്റിപ്പറ്റിയുള്ള 10 വീടുകളിലെ ആളുകളാണ്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതുപോലെ ഈ 2 പെൺകുട്ടികളും ഇന്നലെ രാത്രി മുതൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ വീടിനകത്തേക്ക് യാതൊരു തരത്തിലും ആളുകൾ കടന്നു കയറിയിട്ടില്ല, ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴും നാട്ടുകാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇനിയും അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ വീടിനകത്ത് കയറി ആൾക്കൂട്ടം അശോക് ദാസിനെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അല്ലായെങ്കിൽ അത്രയും മാരകമായൊരു മുറിവുമായി അയാൾ ഇവിടെ നിന്നും ഓടി താഴോട്ട് പോകേണ്ട ആവശ്യം എന്താണ് എന്നതാണ് പ്രധാനമായും ഈ വിഷയത്തിൽ ഉയരുന്ന സംശയം. എന്തായാലും ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ അശോക് ദാസിനെ നേരത്തെ അറിയുന്നതാണ്. അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്. എന്തെങ്കിലും തരത്തിലുള്ള തർക്കം ഇവർ തമ്മിലുണ്ടായിരുന്നോ, അത്തരത്തിൽ വിളിച്ചു വരുത്തി ആക്രമണം നടന്നതാണോ, അതോ അശോക് ദാസ് ഈ വീടിനകത്ത് കയറിയ സമയത്ത് ആൾക്കൂട്ടം വീട് വളഞ്ഞ് വീടിനകത്ത് കയറി ആക്രമണം നടത്തിയതാണോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇനിയും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. നികേഷ്, ഓക്കെ, അലി അക്ബർ ഷായുടെ വിശദാംശങ്ങൾ നൽകി.